ചാഞ്ചാട്ട നിലപാടുകൾക്കൊടുവിൽ UDF മുന്നിൽ PV അൻവർ വഴങ്ങുന്നു എന്ന സൂചനയാണ് ഒടുവിൽ വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചയ്ക്ക് അദ്ദേഹം സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ കാത്തിരിക്കാനാണ് UDF നേതൃത്വം അൻവറിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിച്ച അൻവർ ഇന്ന് രാവിലെ നടത്താനിരുന്ന വാർത്താ സമ്മേളനം പൊടുന്നനെ റദ്ദാക്കുകയും ചെയ്തു. UDFും PV അൻവറും വഴിപിരിഞ്ഞു എന്ന ക്ലൈമാക്സിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനമെടുത്താണ് ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത്. ഇനി ഒരു രഹസ്യ ചർച്ചയ്ക്കുമില്ലെന്ന് PV അൻവർ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നു പകൽ തീരുമാനം മാറ്റി. 9 മണിക്ക് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനം അൻവർ റദ്ദാക്കി. ഈ പകൽ കൂടി കാത്തിരിക്കാൻ UDF നേതൃത്വം ആവശ്യപ്പെട്ടത് അംഗീകരിക്കുന്നുവെന്ന് പ്രതികരണം. വളരെ ഉത്തരവാദിത്തപ്പെട്ട UDFന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TMCയുടെ UDF പ്രവേശന വിഷയത്തിൽ അൻവർ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു. ഒപ്പം പ്രധാന സാമുദായിക നേതാക്കളും സംസാരിച്ചു. അൻവർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുക. തൊട്ടടുത്ത നിമിഷത്തിൽ UDF ഘടകകക്ഷി പ്രഖ്യാപനമെന്ന നിലയ്ക്കാണ് തകൃതിയായ ചർച്ചകൾ. PV അൻവറിനെ നോവിക്കാതെയുള്ള പ്രസ്താവനകളായിരുന്നു ഇന്ന് UDF നേതാക്കളിൽ നിന്നുണ്ടായത്. തിരുത്താൻ തയ്യാറായി വരുന്നു എങ്കിൽ വൈകിട്ട് 7 മണിക്ക് മുമ്പ് കാര്യങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ഞങ്ങൾ വീണ്ടും സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അൻവർ പിണറായി ഗവൺമെന്റിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, അതിൻ്റെ 7 മണി വരെ സമയമുണ്ടല്ലോ, അതിലിടയ്ക്ക് അദ്ദേഹം തിരുത്തിയാൽ മതിയല്ലോ. ഇരു കൂട്ടരുടെയും അഭിമാനത്തിന് ക്ഷതമേൽക്കാതെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം. ഇന്നു വൈകിട്ട് 7 മണിക്കാണ് UDF നേതൃയോഗം. അതിനുള്ളിൽ തീരുമാനമറിയാം. ടീം 24 നിലമ്പൂർ.